സീസൺ 1 മുതൽ സീസൺ 6 വരെ നിങ്ങൾ കണ്ടിട്ടുള്ള ബിഗ് ബോസ് മലയാളത്തിൽ നിങ്ങൾ അറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജീസിനെ കുറിച്ചാണ്. ഐ തിങ്ക് ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, കാരണം കുറേയധികം സ്ട്രാറ്റജീസ് ഉണ്ട്. ആദ്യം ഞാൻ കളക്റ്റീവായിട്ടുള്ള ആ ഒരു 10 സ്ട്രാറ്റജി ഏതാണെന്ന് പറയാം. സിമ്പതി കാർഡ്, ഗ്രൂപ്പിസം, സൈലന്റ് ഒബ്സർവർ, കോണ്ടന്റ് കിങ് ഓർ ക്യൂൻ, വിക്ടിം ടു ഹീറോ, ആങ്കർ, ലവ്, ബ്രദർ, സിസ്റ്റർ, bestie strategies, the lone wolf, fake positivity, then lastly വൈൽഡ് കാർഡ് എൻട്രി. ഇത്തരത്തിലുള്ള എല്ലാം സ്ട്രാറ്റജീസ് ആയിരുന്നു. അപ്പോൾ നമുക്കിനി ഓരോ സ്ട്രാറ്റജീസും എന്താണെന്നും ആരൊക്കെയാണ് പ്ലേ ചെയ്തതെന്നും നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്ക് ഇത് വാല്യൂ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സ്ട്രാറ്റജീസിൽ നമ്പർ 1, സിമ്പതി കാർഡ്. ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് കരയാത്തവരായിട്ട് ആരും ഉണ്ടാവത്തില്ല. കാരണം എന്ന് വെച്ചാൽ എന്തായാലും ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കും, നിങ്ങളുടെ റിയൽ ഇമോഷൻസ്, ഫാമിലി പ്രോബ്ലംസ്, സ്ട്രഗിൾസ് ഒക്കെ പറയാൻ വേണ്ടിയിട്ട്. അത്തരത്തിൽ ഒരു സ്റ്റോറി പറയുമ്പോഴാണ് ഈ പറയുന്ന സ്ട്രാറ്റജി ആദ്യം വർക്ക്ഔട്ട് ആവുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ ആ ബിഗ് ബോസ് ഹൗസിൽ കുറച്ച് സ്റ്റേജസ് ഓഫ് പ്ലേയിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, കുറച്ച് ഗെയിംസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോഴാണ് ഇങ്ങനെ ഒരു ടാസ്ക് എടുത്തിടുന്നത്. ആ ടാസ്ക് കഴിയുമ്പോഴത്തേക്കും ഓഡിയൻസിന്റെ ഇടയിൽ ഒരു സിമ്പതി കാർഡ് വർക്ക്ഔട്ട് ആവും. അത് ഗ്രൂപ്പിന്റെ ഇടയിൽ അല്ലെങ്കിൽ ആ ഒരു ബിഗ് ബോസ് ഹൗസിന്റെ ഇടയിൽ വർക്ക്ഔട്ട് ആവുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും അത് പിന്നെ കണ്ടിന്യൂ ചെയ്യും. അത്തരത്തിൽ കണ്ടിന്യൂ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ ഓർക്കുകയാണെങ്കിൽ ഭാഗ്യലക്ഷ്മി, റിയാസ്, ഡിംബൽ ഭാൽ. ഏറ്റവും കൂടുതൽ സിമ്പതി കാർഡ് വർക്ക്ഔട്ട് ആക്കിയ ഒരു വ്യക്തി ഡിംബൽ ഭാൽ തന്നെയാണ്. ബട്ട് അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ ഒരുപാട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ പറ്റും പിന്നീട്. പക്ഷെ എങ്കിലും അതൊരു സ്ട്രാറ്റജിയാണ്. സെക്കൻഡ് സ്ട്രാറ്റജി ഗ്രൂപ്പിസം ആണ്. ഗ്രൂപ്പിസത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് പറയാൻ സാധിക്കുന്നത്, കുറെ പേരൊക്കെ ബിഗ് ബോസിലേക്ക് വരുമ്പോൾ കുറച്ച് ടീമാകും, പിന്നെ അങ്ങോട്ട് അവരുടെ ഇടയിൽ തന്നെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകും, പിന്നെ ടീം സ്പ്ലിറ്റ് ചെയ്ത് മറ്റു കുറെ ടീമാകും. പക്ഷെ തുടക്കം മുതലേ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇവരൊക്കെ ഇൻഡിവിജ്വലി പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇൻഡിവിജ്വലി കളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പെർട്ടിക്കുലർലി എനിക്കൊരു ടീം പറയാനാണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ രജിത് കുമാർ ഒക്കെ വന്ന സമയത്ത് ഒരു ടീം ഉണ്ടായി വന്നു. പിന്നെ കിടിലം ഫിറോസിന്റെ ഒരു ടീം ഉണ്ടായിരുന്നു. പിന്നെ അഡോണി, അങ്ങനെ കുറേ പേര് കുറച്ച് ടീമൊക്കെ ക്രിയേറ്റ് ചെയ്തിരുന്നു. എനിവേ ഈ പറയുന്ന ടീമുകളൊക്കെ നോക്കുകയാണെങ്കിൽ തുടക്കം വന്ന കണക്കായിരുന്നു. ഇപ്പോൾ റിയാസ്, സലീം, ജാസ്മിന്, നിമിഷ അവരൊക്കെ കുറച്ച് ടീമൊക്കെ ക്രിയേറ്റ് ചെയ്തിരുന്നു. പക്ഷേ ചിലതൊക്കെ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് കൊണ്ടുപോകും, ചിലതൊക്കെ അടിച്ചു പിരിയും. മൂന്നാമത്തെ എൻ്റെ ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി, ആൻഡ് പ്രേക്ഷകരും ഇത് തന്നെയാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, കോണ്ടന്റ് കിങ് അല്ലെങ്കിൽ ക്വീൻ എന്ന് പറയുന്നത്. ഇത് ഒരുപാട് പേര് നന്നായിട്ട് വർക്ക്ഔട്ട് ആക്കിയിട്ടുണ്ട്. ഈ തരത്തിൽ അതായത് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് പ്ലേ ചെയ്തിട്ടുള്ളവരെല്ലാവരെയും ഇന്നും പ്രേക്ഷകർ നന്നായിട്ട് ഓർത്ത് വെക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ റിസ്ക് എന്ന് പറയുന്നത് ഇതൊരു ഭയങ്കര റിസ്ക് ഉള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കമൻസ് കിട്ടാനും ട്രോള് കിട്ടാനും ഒക്കെ സാധ്യതയുണ്ട്. ഒരു പക്ഷേ ബിഗ് ബോസിനകത്ത് നിങ്ങൾ ഭയങ്കര നെഗറ്റീവ് ആവുന്നുണ്ടെങ്കിലും ബിഗ് ബോസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സജ്ന ഫിറോസും ഫിറോസ് ഖാനും വന്നത് ഇത്തരത്തിൽ വലിയൊരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ്. ദെൻ ഡോക്ടർ റോബിൻ വന്നത്, റിയാസ്, പിന്നെ അതുപോലെ ജാസ്മിൻ മൂസ, രജിത് കുമാർ, ദെൻ നമ്മുടെ അഖിൽ മാരാർ, അങ്ങനെ ഒരുപാട് പേര് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കളിച്ച് നന്നായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരാളും തന്നെ ആദ്യമേ ഇറങ്ങി പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ കോണ്ടന്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. ദെൻ സൈലന്റ് ഒബ്സർവർ ആണ്. സൈലന്റ് ഒബ്സർവറിൽ എനിക്ക് പറയാൻ ഒരൊറ്റ പേരേ ഉള്ളൂ, മണിക്കുട്ടൻ. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 3 എൻ്റെ ഫേവറേറ്റ് ബിഗ് ബോസ് സീസൺ 3യും സീസൺ 4ഉം ആയിരുന്നു. സീസൺ 3ൽ കുറച്ചൊക്കെ ഒന്ന് സൈലൻ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും നല്ലൊരു ഇതുണ്ട്. പിന്നെ സീസൺ 4 പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റിയിട്ടേ ഇല്ല. ഓക്കെ, എനിവേ മണിക്കുട്ടൻ്റെ കണക്ക് അത്രയും ഡീപ്പ് ഒബ്സർവേഷൻ, പേഷ്യൻസ്, അദ്ദേഹം ഒരു ഭയങ്കര സൈലന്റ് ആയിട്ട് എല്ലാം വാച്ച് ചെയ്തിരുന്നു. മണിക്കുട്ടന് വേണ്ടിയിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സൂര്യ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ആള് പ്രൊവോക്ഡ് ഒന്നും ആയിട്ടില്ല. വളരെ നന്നായിട്ട് ഗെയിം കളിച്ച ഒരു വ്യക്തി തന്നെയാണ്. പലപ്പോഴും മണിക്കുട്ടൻ വിൻ ചെയ്തപ്പോൾ എല്ലാവരും ചോദിച്ചു മണിക്കുട്ടനൊക്കെ ആരാണ്, എന്തിനാണെന്ന് ചോദിച്ചു, ഈ പ്രൈസ് കൊടുത്തത് എന്തിനാണെന്ന് ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ ആളുടെ സ്ട്രാറ്റജി സൈലന്റ് സ്ട്രാറ്റജി ആയിരുന്നു. പിന്നെ ജിൻഡോയുടെ കേസിൽ വരുമ്പോഴും ജിൻഡോയ്ക്കും എന്തിനാണ് ഇത് കൊടുത്തത് എന്ന് ചോദിക്കും. പക്ഷെ എങ്കിലും അവിടെയും ഈ പറയുന്ന ഒരു സ്ട്രാറ്റജി വർക്ക്ഔട്ട് ആയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. നെക്സ്റ്റ് സ്ട്രാറ്റജി വിക്ടിം ടു ഹീറോ ആണ്. ബിഗ് ബോസ് ഹൗസിനകത്ത് വന്നിട്ട് വിക്ടിം ആയിട്ടുള്ള 1-2 പേരുണ്ട്. അതിൽ ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് 2 പേരെ മാത്രമേ പറയുന്നുള്ളൂ. ഒന്ന് ഡിംബൽ ഭാൽ. ആക്ച്വലി ഡിംപിൾ വന്ന സമയത്ത് ഹെൽത്ത് ഇഷ്യൂസിന്റെ പേരിൽ കുറേയധികം സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ആവുന്നുണ്ട്. പിന്നെ ആ സെന്റിമെന്റ്സ് ഡിംപിളിന് കുറച്ച് നെഗറ്റീവ്സ് ക്രിയേറ്റ് ചെയ്തു. ബട്ട് ഫൈനലി ഡിംപിൾ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ ഒരു മരണമൊക്കെ അതിന് ശേഷമാണ്, അതായത് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുമ്പോഴാണ്. ബട്ട്
ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു മത്സരാർത്ഥിയായിട്ട് ഡിംപിൾ മാറിയിരുന്നു. അതേപോലെ തന്നെയാണ് റിയാസ് സലീം. റിയാസ് സലീം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ്സും ട്രോൾസും ബോഡി ഷേമിങ്ങും എല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഫൈനലി ഒരു എന്താ പറയുക, പുറത്തിറങ്ങിയതിനു ശേഷം ഒരുപാട് ഫാൻസ് അതുപോലെ തന്നെ റെസ്പെക്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ റിയാസിന് സാധിച്ചിട്ടുണ്ട്. സോ ഈ പറയുന്ന വിക്ടിമിൽ നിന്ന് ഹീറോ ആയിട്ടുള്ളവരാണ് ഈ പറഞ്ഞവർ. ദെൻ ആങ്കർ സ്ട്രാറ്റജി. ബിഗ് ബോസിനകത്തും പുറത്തും എല്ലാം ഭയങ്കരമായിട്ട് ദേഷ്യം കാണിച്ച് ഇന്നും കുറേ അധികം ജസ്റ്റ് ബിഗ് ബോസിലെ ആങ്കർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്ത് മലയാളം കൊടുത്താൽ തന്നെ നമുക്ക് വരാൻ പോകുന്ന ഫോട്ടോസ് എന്ന് പറയുന്നത് ഈ മനുഷ്യൻ്റെതാണ്, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. പിന്നെ റോബിൻ ഉണ്ടായത് കൊണ്ടാണ് റിയാസിന് അത്രത്തോളം അവിടെ ദേഷ്യപ്പെടേണ്ടി വന്നിട്ടുള്ളത്. സോ റോബിനാണ് ആ ആങ്കർ സ്ട്രാറ്റജിയിൽ സക്സസ് ആയത്. ദെൻ റൊമാൻറ്റിക്, ലവ്, ബ്രദർ, ബെസ്റ്റി, സിസ്റ്റർ, അങ്ങനെ കുറേ സ്ട്രാറ്റജീസിനെ നമുക്ക് ഒന്നിച്ച് പറയാം. അതിൽ സക്സസ് ആയിട്ടുള്ളത്, അതൊരു സ്ട്രാറ്റജി ആയിട്ട് പോലും ഇന്ന് ആർക്കും പറയാൻ ഇഷ്ടമില്ലാത്തത് ഒരേ ഒരു റിലേഷൻഷിപ്പാണ്, പേളിയാണ് ശ്രീനിഷ്. അതിനുശേഷം നമ്മുടെ സൂര്യ, മണിക്കുട്ടൻ. അതിനകത്ത് സൂര്യ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ്സ് കിട്ടേണ്ടി വന്നിട്ടുണ്ട്. ദിൽഷ ആൻഡ് ഡോക്ടർ റോബിൻ അതിനുശേഷം ഭയങ്കര നെഗറ്റീവ്സ് ആയിരുന്നു. പക്ഷെ അതിനുശേഷം ഡോക്ടർ റോബിൻ പെട്ടെന്ന് തന്നെ മറ്റൊരു വിവാഹം കഴിച്ചു. പിന്നെ അതുപോലെ ജാസ്മിൻ ആൻഡ് ഗബ്രി, അതും സ്റ്റിൽ നൗ അതിപ്പോഴും ചർച്ചകളിലൊക്കെ വരാറുള്ളതാണ്. എനിവേ ഈ ഒരു ലവ് സ്ട്രാറ്റജി അത്ര ഈസി അല്ല, വളരെയധികം ശ്രദ്ധിച്ചു മാത്രമേ എടുത്ത് പുറത്തോട്ടിടാവൂ. നെക്സ്റ്റ് എലോൺ വുൾഫ് എന്ന് പറയാം. അതായത് 100 ദിവസത്തിന്റെ ഇടയിൽ ചിലപ്പോൾ ഒരു 10-12 ദിവസം ഒറ്റയ്ക്ക് ഇന്ന് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. നമുക്കത് അത്ര പെർഫെക്റ്റ് ആയിട്ട് പറയാൻ സാധിക്കത്തില്ല. പക്ഷെ അത്തരത്തിൽ ഫൈറ്റ് ചെയ്യുന്നവരെ ബിഗ് ബോസിനകത്ത് കോർണർ ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്, പോസിറ്റീവായിട്ട് എടുക്കാനും സാധ്യതയുണ്ട്. ബട്ട് പുറത്ത് ഉറപ്പായിട്ടും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഈ പറയുന്ന ഒറ്റയ്ക്ക് നിന്ന് പയറ്റി ജയിക്കുക എന്ന് പറയുന്നത്. ദെൻ ഫേക്ക് പോസിറ്റിവിറ്റി. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിനകത്തേക്ക് വരുമ്പോൾ എല്ലാവർക്കും ഈ പറയുന്ന ഫേക്ക് പോസിറ്റിവിറ്റി, ഒരു മാസ്കിങ് ഒക്കെ ഉണ്ടാകും. കാരണം എന്ന് വെച്ചാൽ നമ്മളാണെങ്കിലും നമ്മളൊരു സ്ഥലത്തേക്ക് ആദ്യമായിട്ട് പോകുമ്പം അവിടെയുള്ള ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാകുമ്പോൾ നമ്മൾ കുറച്ച് ഓക്കെ, ഹായ്, ഹലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇരിക്കാറുണ്ട്. പക്ഷെ ആ ഒരു 2-3 ദിവസം കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു വരുമ്പോഴത്തേക്കും, 1 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും പകുതിയുമാകും. അപ്പോഴാണ് നമ്മുടെയൊക്കെ ഫേക്ക് ആയിട്ടുള്ള ഒരു ഫേസ് ഒക്കെ ഒന്ന് മാറി എല്ലാവരുമായിട്ട് നമ്മൾ എന്താണ് എന്ന് തുറന്ന് കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത്. ഇനി ഇത്തരത്തിൽ ഗെയിം കളിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതിൽ പ്രകാശം പരക്കട്ടെ എന്ന് പറയുന്ന നമ്മുടെ കിടിലം ഫിറോസിനെ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ബിഗ് ബോസിനകത്ത് എങ്ങനെയൊക്കെ ആയിരുന്നു അതുപോലെയൊക്കെ തന്നെയാണ് പുറത്തും അയാളുടെ സംസാരമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ രമ്യ കൃഷ്ണനെ എനിക്ക് പറയാൻ കഴിയും. കാരണം എന്ന് വെച്ചാൽ രമ്യ ശരിക്കും പറഞ്ഞാൽ റീ എൻട്രി വന്ന ഒരു വ്യക്തിയാണ്. അതിന് മുമ്പുണ്ടായിരുന്ന അഗ്രസീവ്നെസ്സിനേക്കാൾ കൂടുതൽ റീ എൻട്രി വന്ന സമയത്ത് രമ്യ കൃഷ്ണൻ കാണിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു ഫേക്ക് ആയിട്ട് എല്ലാം പോസിറ്റീവായിട്ട് എനിക്ക് അങ്ങനെ ദേഷ്യമൊന്നും വരാറില്ല എന്ന് പറയുന്ന ആൾക്കാരാണ്. ഇത് ഭാഗ്യലക്ഷ്മി കാണിച്ചിട്ടുണ്ട്. പിന്നെ കുറേ മിക്കവാറും ഒക്കെ വരുന്ന ഏജ്ഡ് ആയിട്ടുള്ള എല്ലാവരും കുറച്ച് പക്വത കാണിച്ച് അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരു സ്റ്റൈല് കാണിക്കാറുണ്ട്. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇത് നിങ്ങളെ ഗെയിം കളിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു ഗെയിം ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഫൈനലി ഇതൊരു സ്ട്രാറ്റജി ആണോ എന്ന് ചോദിച്ചാൽ ചിലർ പറയും ഇത് സ്ട്രാറ്റജി അല്ല, ഇത് ഗെയിമിൻ്റെ ഒരു പാർട്ടാണെന്ന്. മറ്റൊന്നുമല്ല, വൈൽഡ് കാർഡ്. ശരിക്കും പറഞ്ഞാൽ ഒരു ബിഗ് ബോസ് ഹൗസ് നല്ല രീതിയിൽ ഇങ്ങനെ നല്ലൊരു കുടുംബമായിട്ട് സന്തോഷത്തോടെ പൊക്കോണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു അത്ര സന്തോഷം പാടില്ലല്ലോ. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിതൊരു പുറത്തിരിക്കുന്ന ഒരു ബോറടിക്കുമല്ലോ. ചുമ്മാ ഒരു സന്തോഷം സമാധാനമുള്ള ഒരു വീട് കാണാനല്ലല്ലോ നമ്മൾ ബിഗ് ബോസ് ഷോ കാണുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ വൈൽഡ് കാർഡായിട്ട് ഒരു നല്ല ഒരു പ്ലാൻ ചെയ്ത് കളിക്കാൻ വരുന്ന ഒരാളെ കൊണ്ടുപോയി ഇടും. അവിടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിൽ വന്ന് സക്സസ് ആയിട്ടുള്ളവരുണ്ട്, ഫെയിലിയർ ആയിട്ടുള്ളവരുണ്ട്. സക്സസ് ആയിട്ടുള്ളവരിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ സജ്ന ആൻഡ് ഫിറോസ് ഖാൻ, പിന്നെ അതുപോലെ ഒമർ ലുലു വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇങ്ങേര് ഇവിടെ വന്ന് എന്ത് കാണിക്കാനാണ് എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും നന്നായിട്ട് ഗെയിം ചെയ്തിട്ടുള്ള ഒരാളാണ്, എടുത്തിട്ട് എറിയാൻ തോന്നിയിട്ടുണ്ട് അവസാനം. അതുപോലെ തന്നെ റിയാസ് സലീം പകുതിക്ക് വെച്ച് കടന്നു വന്നു എങ്കിൽ പോലും നല്ല പോലെ ശബ്ദമുയർത്തി സംസാരിച്ച് അവസാനം വരെ നിന്നിട്ടുണ്ട്. സോ ഇത്രയും സ്ട്രാറ്റജീസ് ആണ്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7ലേക്ക് കോമണറായിട്ട് നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് ഇത്തരത്തിലൊക്കെ സ്ട്രാറ്റജീസ് ഉണ്ട്, നിങ്ങൾ അവിടെ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ കൂട്ടുപിടിക്കുമ്പോഴൊക്കെ നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ വളരെ കോമണർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു വെച്ചിരിക്കുക, ഇവിടെ ടീം വിളിക്കാനോ ടീം കൂട്ടുകൂടി അവിടെ ഒരു വലിയ സൗഹൃദം ക്രിയേറ്റ് ചെയ്യാനോ അല്ല നിങ്ങൾ പോകുന്നത്. അവിടെ പോവുക, നന്നായിട്ട് ചലഞ്ച് ചെയ്തിട്ട് മുന്നും പിന്നും നോക്കാതെ ഗെയിം കളിക്കുക. അതിനകത്ത് എന്താ പറയുക, പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ ഉള്ളത് നിങ്ങളിനി എത്ര ശ്രമിച്ചാലും ബിഗ് ബോസ് വീട്ടിനകത്തിരിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകില്ല. പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പാടാണ്. സോ നിങ്ങൾ നന്നായിട്ട് ഗെയിം കളിക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ ഓൾ കോമണേഴ്സ്. ഒരുപാട് പേരെയൊന്നും സെലക്ട് ചെയ്യാൻ ചാൻസ് ഒന്നുമില്ല.
കൂടിപ്പോയാൽ 4 പേര്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അതുപോലെ ബിഗ് ബോസിലേക്ക് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.